അതുപോലെ സാഹോദര്യം, ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് സാമ്പത്തിക ശ്രേണിയായാലും സാഹോദര്യം എന്നുള്ളത് അദ്ദേഹം മാനവികമായി ഉയർത്തിപ്പിടിച്ച കാര്യമാണ്. അതും ഭരണഘടനയുടെ ഫ്രട്ടേണിറ്റി എന്ന പ്രിയാമ്പിളിൽ തന്നെ ആ വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഏതെങ്കിലും ജാതിയെ മാറ്റി നിർത്താനോ ജാതിയെ മോശമാക്കാനോ എന്ന് ആഗ്രഹമില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ 33 കേന്ദ്രങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചെന്ന് പറഞ്ഞു. 5 തവണയാണ് വന്നത്. 1970-ലും 25-ലും 34-ലും 36-ലും 37-ലും വന്നു. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് രണ്ടാമത്തെ സന്ദർശനത്തിനാണ് ശ്രീരാമഗുരുവുമായി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ ശിവഗിരി അദ്ദേഹം 2 തവണ കൂടി വന്നു. ഗുരുദേവനുമായി കണ്ട ദിവസം അദ്ദേഹം അവിടെ രാത്രി താമസിക്കുകയും അടുത്ത ദിവസം രാവിലെ അദ്ദേഹം വിപുലമായ ഒരു ജനവിഭാഗത്തോട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തതായി ചരിത്രം പറയുന്നുണ്ട്. ഡീറ്റെയിൽസൊക്കെ ഞാൻ എടുക്കുന്നു. അപ്പൊ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ കംപ്ലീറ്റ് ട്രാൻസ്ഫോംഡ് എന്നാണ്. ജീവിതം തന്നെ പരിപൂർണമായും പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ്. മാവിലെ ഇലകളെ പറ്റി ഇവിടെ ഗുരു പറയുകയുണ്ടായി. പല ജാതി നിലനിൽക്കുന്നതിനെ സാധൂകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ശ്രീനാരായണനോട് പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാട് ഗാന്ധിജിക്കറിയാം. അപ്പോ ഒരു മാവിൽ പലതരം വലിപ്പമുള്ള ഇലകളുണ്ട്. അതുകൊണ്ട് മനുഷ്യർ പലതരക്കാരായ മനുഷ്യരുള്ള കാലത്തോടെ പല ജാതികളും ഉണ്ടാവുന്നു പറയുകയും ഇവിടെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ എല്ലാ ഇലകളുടെയും സാരാംശം അതിന്റെ സ്വാദം ഒന്നു തന്നെയാണ്. പല മതമേകസാരമാവെന്ന് ദൈവദശകത്തിൽ അതാണ് ശ്രീനാരായണഗുരു പറഞ്ഞു. അപ്പൊ അവിടെ ഫിലോസോഫിക്കലായി ശ്രീനാരായണഗുരു കുറച്ചുകൂടി ഗാന്ധിയേക്കാൾ മുകളിലേക്കാണ്. പ്രപഞ്ചാന്വേഷണത്തിന്റെ സത്യത്തിൽ ശ്രീനാരായണഗുരു മുകളിലാണ്. രാഷ്ട്രീയ മാറ്റങ്ങളുടെ ആ അവസ്ഥ നോക്കുമ്പോൾ ഗാന്ധിജി മുമ്പിലാണ്. 2 മാനവരാശിക്ക് ഒരുപോലെ ആവശ്യമാണ്. അവർ രണ്ടുപേരും തമ്മിൽ ആ കാര്യത്തിൽ പരസ്പരം ബോധ്യപ്പെടാനും യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഓരോ മഹാത്മാവിനും ആ മഹാത്മാവിന്റെ സവിശേഷത കാണും, വൈരുദ്ധ്യങ്ങളും കാണുമെന്നുള്ളതാണ്. ദ ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട്. ജർമ്മൻ തത്വശാസ്ത്ര ഫിലോസഫറായിരുന്ന ഒരു മഹാനായ മനുഷ്യനാണ് അത് എഴുതിയിട്ടുള്ളത്, തോമസ് കാർലൈൽ. അത് അദ്ദേഹം ലോകത്ത് അതുവരെ ഉണ്ടായിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ നായകന്മാരെ പറ്റി 6-8 പേരെ പറ്റിയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്.